അച്ഛത്തിയല്ല എന്താ താമസിച്ച? ഒന്നും പറയണ്ട മക്കളെ, റേഷൻ കടയിൽ ഒടുക്കത്തെ ക്യൂ ആയിരുന്നു. നിന്ന് ഞാൻ മടുത്ത് 5 പേര് കുഴഞ്ഞു വീണ്. എന്നിട്ടെന്തരിയാൻ, അവര് നിന്ന് ഗ്യാപ്പിലെ ഞാൻ നിന്ന് സാധനം വാങ്ങിങ്ങ് പോന്ന്. അല്ലാതെന്തരിയാൻ? അച്ഛൻ എന്തിനാ ക്യൂലിക്ക നിൽക്കാൻ പോയാ? അച്ഛനാ റേഷൻ കടയിലെ അധികൃതരോട് പറയാൻ മേലായിരുന്നോ തക്കുടു ഫാമിലി വ്ളോഗ്സ് എന്ന യൂട്യൂബ് ചാനലിലെ പിള്ളേരുടെ അച്ഛനാണെന്ന്? അയ്യോ, അത് പറയേണ്ട താമസം. റേഷൻ കടക്കാരനും ക്യൂലെന്ന ആൾക്കാര് എന്നെ ഒരു നിമിഷം ഇങ്ങനെ തൊഴുതോണ്ട് നിന്ന്. ഗോസിപ്പ്. അതെന്തേ? രോമാഞ്ചം. ഒന്ന് പോടാർക്കന്മാരെ, ഞാൻ തന്നെ ഈ ഇടയ്ക്കാണ് നിനക്ക് യൂട്യൂബുള്ള കാര്യം അറിഞ്ഞത്. പിന്നല്ലേ നാട്ടുകാര്. അപ്പൊ ആർക്കും അറിഞ്ഞൂടല്ലേ? അറിയാം, 1-2 പേർക്ക് അറിയാം. അതാർക്കച്ചാ? നിങ്ങൾക്ക് 2 പേർക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ എത്തിയാ? നീ ഇതെവിടെ പോയിരുന്നടി? ഞാൻ നമ്മളെ കുടുംബശ്രീയിലെ ലോണിന്റെ പൈസ ബാങ്കിൽ കൊണ്ട് അടയ്ക്കാൻ പോയിരുന്നു. എന്തൊരു ജന ഇത്! ഈ ജംഗ്ഷൻ വരെ ഉണ്ടായിരുന്നു ക്യൂ. നിന്നൊന്ന് ഊപ്പാളവി എന്റെ. അമ്മ എന്തിനമ്മ ബാങ്കിലെ ക്യൂലൊക്കെ നിൽക്കാൻ പോയാ? അമ്മയ്ക്ക് ആ ബാങ്ക് അധികൃതരോട് പറയാൻ മേലായിരുന്നാ ഞാൻ തക്കുടു ഫാമിലി വ്ളോഗ്സ് യൂട്യൂബ് ചാനലിലെ പിള്ളേരുടെ അമ്മയാണെന്ന്? പറഞ്ഞു മക്കളെ. അപ്പൊ പറഞ്ഞല്ലേ? എന്നിട്ടാ 10 അടി മാറി നിൽക്കാൻ പറഞ്ഞു. നിന്റെ ആർക്കെങ്കിലും അറിയാവോടെ? യൂട്യൂബർമാര് നമ്മളെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ ഓക്കെയാണ്. പക്ഷെ നമ്മളെ പുറത്തോട്ടുള്ള ആൾക്കാർക്കൊന്നും അങ്ങോട്ട് അറിഞ്ഞുകൂടാ. അതെന്താ? ഇവിടെ നമ്മൾ കൂടുതലും റീജിയണൽ ബേസ്ഡ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. എന്ന് വെച്ചാ അതായത് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് നമ്മളെ അറിയാം, പക്ഷെ കേരളത്തിനകത്തുള്ള ആൾക്കാർക്ക് നമ്മളെ അറിഞ്ഞൂടാ. മനസ്സിലായില്ലേ? PR ഏജൻസിക്ക് നമ്മളെ കയ്യിൽ കൊടുക്കാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ ഫെമിലിയർ ആക്കാൻ വേറൊരു വഴിയുണ്ട്. എന്തൊരു വഴി? അത് ആലോചിക്കണം. വേണ്ട, ചാനൽ പൊട്ടിപ്പോകും. കിട്ടി, വഴി കിട്ടി. ഡേ ബോബി, ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായില്ല. നമ്മൾ യൂട്യൂബേഴ്സ് എന്നുള്ള കാര്യം ഈ നാട്ടിലെ 10 ആൾക്കാരെ നീ അറിയിക്കണം. അതാണ് നിന്റെ ജോലി. 10 അല്ല മച്ചാനെ, ഈ നാട്ടിലെ 3000 ആൾക്കാരൊന്നും ഉമ്മ അറിയിച്ചിരിക്കും. അതിന് ഈ വാർഡിൽ ആകെ 1500 പേരേ ഉള്ളൂ. ഈ 2 പ്രാവശ്യം വെച്ചേ ഒരാഴ്ച തന്നെ പറഞ്ഞാൽ 3000 ആയില്ലേ മച്ചാനെ? നീ എന്തേലും കാണിച്ച് നമ്മളൊന്ന് ഫെമിലിയർ ആക്കിയാൽ മതി. നമ്മളെ യൂട്യൂബ് ചാനലിലെ പേര് മറക്കല്ല്, തക്കുടു ഫാമിലി വ്ളോഗ്സ്. മാറിപ്പോവല്ലേ? മറക്കില്ലാന്ന്. തട്ടുകട ഫാമിലി വ്ളോഗ്സ്. നല്ല പൊളപ്പൻ ദോശ ചമ്മന്തി കിട്ടണ കിടുക്കാച്ചി തട്ടുകട. കേറി വാ. എന്തിനത് പറയണത്? എടാ, തക്കുടു ഫാമിലി വ്ളോഗ്സ് തട്ടുകട. ആ തക്കുടു. അപ്പൊ എങ്ങനെയാണ് പേയ്മെന്റ് കാര്യങ്ങള്? പൈസ ഒന്നും വേണ്ട പടി. വൈകുന്നേരം ആകുമ്പോ നമുക്കൊരു മെക്സിക്കൻ മന്തി വാങ്ങിച്ചു തന്നാ മതി. പള്ളം നിറഞ്ഞാലേ നമ്മ ഹാപ്പിയാണ്. അപ്പൊ ഞാൻ പോയിട്ട് വരാം. യവൻ നമ്മളെ വൈറലാക്കോടാ. ആക്കോടാ. ആളെ സംസാരം എങ്ങനെയാണെങ്കിലേ അവനൊരു പുലിയാണ്. സ്വന്തം അപ്പൂപ്പനെ വിറ്റ കാശ് അവന്റെ കീശയിലുണ്ട്. എങ്കിൽ കുറച്ച് ചോദിക്കായിരുന്നു. എന്തായാലും അപ്പൂപ്പനെ വിറ്റ കാശേ വെറുതെ അല്ലേ ഗുണം പിടിക്കാതെ കിടക്കണം. എന്തായാലും വായുമ്പോൾ നോക്കിയണ വാ. ചായ ബ്രോ, ഒരു ചായ. കടി വേണ്ടേ? എന്തിനാണ് ചായ ബ്രോ കടി? നല്ല ചൂട്ട് ചായ കുടിച്ചോണ്ട് നിൽക്കുമ്പോഴേ നമുക്ക് കാണാൻ പറ്റിയ കിണ്ണം കാച്ചി വീഡിയോസ് ചെയ്യുന്ന പിള്ളേർ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. അത് കണ്ടാൽ മതി. 10 സുഖം കഴിച്ച ഫീലാണ് നമുക്ക്. വേണമെങ്കിൽ ചായ ബ്രോ യൂട്യൂബ് ചാനലിന്റെ പേര് എഴുതിയെടുത്തോ. പക്കാവട ഫാമിലി വ്ളോഗ്സ് പൊളിക്കും. ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ UK കയറി പോവാൻ പോണം. എന്തിനാണ് ബ്രോ UK കയറി പോണത്? ഇവിടെ 2 വേലയും കൂലിയില്ലാത്ത 2 ചള്ള് ചെക്കന്മാര് യൂട്യൂബ് ചാനൽ നടത്തി ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന കണ്ടൂടെ? അതുപോലെ നിനക്കൊരെണ്ണം തുടങ്ങിക്കൂടെ? വേണമെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ പേര് എഴുതിയെടുത്തോ. മുട്ടക്കട ഫാമിലി വ്ളോഗ്സ്. നല്ല 1-ാന്തരം മുട്ട കിട്ടുന്ന കട. കോയാക്കിലാഫയുടെ പുതിയ വീഡിയോ ഇറങ്ങിയ എന്റെ പൊന്നു ബ്രോ, അതിന്റെ പിറകെയൊക്കെ എന്തിനാ പോണേ? അതിന് പകരം 2 ചെക്കന്മാര് തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിരുന്ന് കാണണം. അതിലെ വീഡിയോസ് കണ്ട നല്ല ഫാമിലി വീഡിയോസ് ആണ്. ചാനലിന്റെ പേര് വേണമെങ്കിൽ എഴുതിയെടുത്തോ. കുടുക്ക ഫാമിലി വ്ളോഗ്സ്. നല്ല 2 കുടുക്കകൾ. എടോ കോൺസ്റ്റബിൾ സദാശിവ, ആ കഞ്ചാവ് കടത്തിയമാര് നമുക്ക് ഇന്ന് തന്നെ പിടിക്കണം. സാറേ, അവന്മാരെ പിറകെ പോയി വെറുതെ സമയം കളയണ്ട. ഈ കഞ്ചാവിന്റെ ഇരട്ടി ലഹരി തരുന്ന ഒരു ടീമുണ്ട്. അവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. വേണമെങ്കിൽ ഞാൻ പേര് പറഞ്ഞുതരാം. ആ തക്കുടു ഫാമിലി വ്ളോഗ്സ്. സാറ് പോയി പൊളിക്ക്.
നടയടങ്ങോട്ട്. എന്റെ പൊന്നു സാറേ, നമ്മള് കഞ്ചാവൊന്നുമല്ല, നമ്മള് തക്കുടു ഫാമിലി വ്ളോഗ്സ് യൂട്യൂബ് ചാനല് പിന്നെ ഞാനാ കഞ്ചാവ് ആയിരിക്കും. ജീവിക്കാറ സാറേ നമ്മളെ തക്കുടു. എന്റെ കുക്കുടു. എടാ കാട്ടവരാതി ബോബി, നീ എന്താ കാണിച്ചു കൂട്ടിയാ? എന്റെ പൊന്നു മച്ചന്മാരെ, നിങ്ങളിപ്പോ വൈറലായില്ലേ, പോലീസൊക്കെ പിടിച്ചില്ലേ, ഇനി നേരെ സെൻട്രൽ ജയിലിൽ പോയേ നല്ല കിടുക്കാച്ചി വ്ളോഗിങ് വീഡിയോസ് ഒക്കെ ഇട്. നമ്മളുടെ കൂടെ ഫുൾ സപ്പോർട്ട് പൊളിക്ക് മുത്തേ. സാറേ ഒരു മിനിറ്റ്. ഗായ്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കണ്ട് പോവാ സാറേ. സാറേ വണ്ടി പോലെ അല്ലടാ പജേറോ. ഫ്രണ്ട് സീറ്റ് എനിക്ക് വേണേ.